الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാവിധി ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം, പരിശ്രമിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഈ സഫിന്റെ ഇടയിലൊക്കെ കുറച്ചും കൂടെ മുമ്പോട്ട് കയറി എന്നാൽ ആ ബാക്കിൽ ഇപ്പൊ തന്നെ ആളുകൾ വന്നു നീങ്ങും പൂർത്തിയാക്കിയിട്ടിരിക്കാൻ. അതായത് സുന്നത്തിൽപ്പെട്ടതുമാണ്. മാത്രമല്ല ഇരിക്കുന്നയാളുടെ ചുമലിൽ ചാടിക്കടന്നു പോകുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു. പക്ഷെ മുന്നിൽ സ്ഥലം ഉണ്ടാവും, ചാടിക്കിടക്കാതെ രക്ഷയില്ല. അങ്ങനെ ആകുമ്പോൾ ഇരിക്കുമ്പോൾ എല്ലാവരും മുന്നോട്ട് വന്ന് തന്നെ എപ്പോഴും ഇരിക്കാൻ ശ്രദ്ധിച്ചാൽ അത് നമ്മുടെ പള്ളിയിൽ ഇരിക്കുന്നതിന്റെ മര്യാദകളിൽ പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഉണ്ടാവാം. ചാരിയാൽ ചാരിയത് മണക്കും എന്നാണ് പറഞ്ഞത്. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും, അല്ലെ? ഒരു മനുഷ്യൻ അൽ മർഉ അലാ ദീനി ഖലീലി, ഒരു മനുഷ്യൻ ഒരാൾ അയാളുടെ അടുത്ത ആത്മസുഹൃത്തിന്റെ മതത്തിലാണ് എന്ന് പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങോട്ട് പോയി ഒട്ടുന്നുവോ എവിടെ പോയി ചാരുന്നുവോ അത് നമ്മളെയും ബാധിക്കും, അത് നമ്മളെ സ്വാധീനിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അത് എവിടെ പോയി എവിടെ ചാരുന്നതും ചേരുന്നതും ഒക്കെ ശ്രദ്ധിക്കണം എന്നൊരു പോയിന്റാണ്. അത് പറഞ്ഞു വരുമ്പോ തന്നെ പറയേണ്ടത് സംഗതി ഇനി ആരെങ്കിലും വന്ന് നമ്മളെ ചാരിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ അങ്ങോട്ട് പോയി ചാരി കേടാകുന്നതിനെ കുറിച്ചും ആപത്തിൽപ്പെടുന്നതിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അഥവാ ഒരാൾ വന്ന് നമ്മളെ ചാരിയാൽ എങ്ങനെ ഉണ്ടാവും, എന്താണ് നമ്മുടെ അവസ്ഥ? ഇതും ഗൗരവത്തിൽ ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ നമ്മളൊക്കെ ഓതുന്ന ഒരായത്തല്ലേ എപ്പോഴും? സൂറത്ത് യാസീൻ ഓതുമല്ലോ. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. അല്ലാഹു തആല പറയാം. എന്താണ് ആയത്തിന്റെ മൊത്തം അർത്ഥം? ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, തീർച്ചയായിട്ടും നാം മരണപ്പെട്ടവരെ ജീവിപ്പിക്കും, മരിച്ചവരെ ജീവിപ്പിക്കും. അതിൽ സംശയമൊന്നും വേണ്ട. അത് വിശദീകരിക്കുന്നില്ല. പിന്നെ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പിന്നെയും പറയാം. വനക്തുബു മാ ഖദ്ദമു, മനുഷ്യർ ചെയ്തതൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്യും. ചെയ്തു വെച്ചതൊക്കെയും മനുഷ്യൻ ചെയ്തത് ജീവിതത്തിലെ ഏത് കർമ്മങ്ങളാണെങ്കിലും നാം രേഖപ്പെടുത്തും. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഒക്കെ. ജീവിതത്തിൽ രേഖപ്പെടുത്തപ്പെടാത്ത ഒരു വാക്കുമില്ല. പറയുന്ന ഒരു വാക്കും ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും എല്ലാം രേഖയാണ്. ആ രേഖ അല്ലാഹു തആല നമുക്ക് തന്നെ തരും. നമ്മുടെ കയ്യിൽ തന്നെ തന്നിട്ട് നമ്മുടെ രേഖ വെച്ച് നമ്മളോട് തന്നെ നമ്മുടെ കണക്ക് നോക്കാൻ പറയും. ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ.
നിന്റെ പുസ്തകം നീ വായിച്ചോ, നീ മതി നിന്നെ വിചാരണ ചെയ്യാൻ എന്ന് പറയും. നമ്മുടെ ഗ്രന്ഥം തന്നിട്ട്, നമ്മുടെ കിതാബ് തന്നിട്ട് നമ്മളോട് തന്നെ നമ്മളെ വിചാരണ ചെയ്യാൻ പറയും. അപ്പൊ അതിൽ നമ്മൾ ചെയ്തതൊക്കെ കാണും. പറഞ്ഞതും ചെയ്തതും, രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും ഒക്കെ അല്ലാഹു തആല രേഖപ്പെടുത്തും. ചെയ്തു വെച്ചതും പറഞ്ഞു വെച്ചതും ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുക, ആസാറഹും അതിന്റെ അനന്തര ഫലങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തും. നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ അനന്തര ഫലങ്ങൾ, അതിനെക്കുറിച്ച് പക്ഷേ നമ്മൾ പലപ്പോഴും അസ്വസ്ഥപ്പെടാറില്ല, അല്ലെങ്കിൽ ചിന്തിക്കാറില്ല കൂടുതലായിട്ട്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ബേജാറ് പിടിച്ചൊരു കാര്യമാണ്. എന്താണെന്നറിയോ, നമ്മൾ ഈ ഭൂമിയിൽ എന്ത് അവശേഷിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ കടന്നുപോയത്? നമ്മൾ മരിക്കുമല്ലോ, നമ്മളൊക്കെ മരിക്കുമല്ലോ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പലരും ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയല്ലോ. നമ്മളും മരിക്കുമല്ലോ. ഇന്നക മയ്യിത്തുൻ വഇന്നഹും മയ്യിത്തൂൻ. പ്രവാചകരെ, താങ്കൾ മരിക്കും, അവരും മരിക്കും, എല്ലാവരും മരിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ മനുഷ്യരും മരണത്തിന്റെ രുചി നോക്കും, അറിയും, അല്ലെ? അപ്പൊ നമ്മൾ മരിക്കും. അപ്പൊ മരിച്ചു കഴിഞ്ഞ ആളുകളെ കുറിച്ച് സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്. ഒരു സാധാരണ വർത്തമാനം നമ്മൾ മയ്യത്ത് മുന്നിൽ വെച്ച് പറയും. ചില പ്രമുഖരൊക്കെ ആണെങ്കിൽ നമ്മൾ അനുസ്മരിക്കും. എല്ലാവരും പ്രമുഖർ തന്നെയാണ്, പക്ഷെ സാമൂഹ്യമായിട്ട് വലിയ സംഭാവനകളൊക്കെ ചെയ്ത ആളുകൾ, ബന്ധങ്ങളൊക്കെ ഉള്ള ആളുകളെ കുറിച്ച് അനുസ്മരണ പ്രഭാഷണങ്ങളൊക്കെ നടത്തും, അല്ലെങ്കിൽ എഴുതും. അങ്ങനെ ഈ അനുസ്മരിക്കുന്ന ആളുകൾ പറയുന്ന, എഴുതുന്ന കാര്യങ്ങൾ, അല്ലെ? അപ്പോ നമ്മളൊരാൾ മരിച്ചാൽ, ഇപ്പൊ ഞാൻ മരിച്ചാൽ, നിങ്ങൾ മരിച്ചാൽ, നമ്മിൽ ഒരാൾ മരിച്ചാൽ നമ്മെക്കുറിച്ച് സ്മരിക്കാൻ, അനുസ്മരിക്കാൻ ആളുകൾക്ക് എന്തുണ്ടാകും എന്നതാണ്. എന്തിന്റെ പേരിലാണ് നമ്മൾ ഓർമ്മിക്കപ്പെടുക? എന്താണ് നമ്മൾ ഈ സമൂഹത്തിൽ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ? ഒരു നന്മയാണ് ഈ സമൂഹത്തിൽ, നന്മയുടെ വിത്താണ് നമ്മൾ ഇട്ടിട്ടുള്ളതെങ്കിൽ അതിന്റെ പേരിൽ നമ്മൾ ഓർമ്മിക്കപ്പെടും, അതിന്റെ പേരിൽ നമ്മൾ സ്മരിക്കപ്പെടും, അതിന്റെ പേരിൽ നമുക്ക് പ്രാർത്ഥനകൾ ലഭിക്കും. ആ നന്മയുടെ വിത്തിൽ നിന്ന് പിന്നെ മുളപൊട്ടിയുണ്ടായ, മുളച്ചുണ്ടായ, പടർന്ന് പന്തലിച്ചുണ്ടായ അതിന്റെ കായും പൂവും, അതിൽ നിന്ന് പിന്നെ ഉണ്ടായ വിത്തുകളും അതിന്റെ കായും പൂവും, അതിന്റെ ആ നന്മ, ഒരു നന്മ ഭൂമിയിൽ സ്ഥാപിച്ചിട്ട് ആ നന്മയിൽ നിന്ന് പിന്നെ ഉണ്ടായ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നന്മകളില്ലേ, ആ നന്മകളൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുന്നു. വാസാറഹും. ചെയ്തു വെച്ചത് മാത്രമല്ല, നിങ്ങളങ്ങ് ചെയ്ത് നിങ്ങളങ്ങ് തീർന്നുപോയി, നിങ്ങളങ്ങ് പ്രവർത്തിച്ചു, നിങ്ങൾ ജീവിച്ചു, നിങ്ങളുടെ ജീവിതം അങ്ങ് തീർന്നുപോയി. ജീവിതം തീർന്നു പോയാലും ജീവിതത്തിൽ ചെയ്തു വെച്ച കർമ്മങ്ങളുടെ ഫലം അവസാനിച്ചു പോകുന്നില്ല എന്ന് മനസ്സിലാക്കുക. അതാണ് വാസാറഹം എന്ന് പറഞ്ഞത്. അത് പിന്നെയും നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ എന്താണ് നമ്മളിവിടെ ചെയ്തു വെച്ചത്? മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു അജ്റു മിസ്ലു ഫാഇൽ. ഒരു നന്മ ഒരാൾ അറിയിച്ചു കൊടുത്തു, ഒരു നന്മയ്ക്ക് വിത്തിട്ടു, ഒരു നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു, ഒരു നന്മയ്ക്ക്, ഒരു നല്ല കാര്യത്തിന് നാട്ടിൽ തുടക്കം കുറിച്ചു, നല്ലതിലേക്ക് മനുഷ്യരെ ആഹ്വാനം ചെയ്തു, നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന, ജീവിക്കുന്ന കുറെ മനുഷ്യർ, ഇയാളിലൂടെ അറിഞ്ഞ നന്മ, ഇയാളിലൂടെ അറിഞ്ഞ സത്യം, ഇയാളിലൂടെ അറിഞ്ഞ ആ നന്മയുടെയും സത്യത്തിന്റെയും അടിസ്ഥാനത്തിൽ കുറെ ആളുകൾ ജീവിക്കുന്നു, അവർ പ്രവർത്തിക്കുന്നു. പക്ഷെ അത് ഈ സത്യം ഇവരറിയിച്ച, ഈ സത്യത്തിന് ഇവിടെ തുടക്കം കുറിച്ച, ഈ സൽപ്രവർത്തനത്തിന് ഇവിടെ തുടക്കം കുറിച്ച, ഇതിന് വിത്തിട്ട മനുഷ്യൻ അയാൾ എന്നോ അള്ളാഹുവിലേക്ക് യാത്രയായി. പക്ഷെ അത് പിന്നെയും ഈ തലമുറകളിലൂടെ നിലനിൽക്കുക, അല്ലെങ്കിൽ കുറെ മനുഷ്യർ അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, എങ്കിൽ അതിന്റെ ഒരു ഫലം ഇത് അയാൾക്കും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. ഇയാളറിയാതെ തന്നെ ഇയാളിലേക്ക് ഇയാളുടെ നന്മ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയാം, മൻ ദആ ഇലാ ഹുദ കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു. ഒരാളെ അല്ലെങ്കിൽ സമൂഹത്തെ നല്ല മാർഗത്തിലേക്ക് ക്ഷണിച്ചു, ഹുദയിലേക്ക്, ഹിദായത്തിലേക്ക് ക്ഷണിച്ചു, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു, സത്യമാർഗത്തിലേക്ക് ക്ഷണിച്ചു, നല്ല പ്രവർത്തനങ്ങളിലേക്ക് ക്ഷണിച്ചു, ജനസേവന പ്രവർത്തനത്തിലേക്ക് ക്ഷണിച്ചു, ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് ക്ഷണിച്ചു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന്റെ ഉയർച്ചക്കും വളർച്ചക്കും പണിയെടുക്കുന്ന ഒരു സംഘമായിട്ട് ഭൂമിയിൽ മനുഷ്യർക്കും സമൂഹത്തിനും ദീനിനും ഉപകാരമുള്ള നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന, അതിലേക്ക് ഒരാളെ ക്ഷണിച്ചു, അല്ലെങ്കിൽ കുറെ ആളുകളെ ക്ഷണിച്ചു. എന്നിട്ടൊക്കെ ആളുകൾ അതിലേക്ക് കടന്നു വന്നു.
കുറെ ആളുകൾ കടന്നു വന്നിട്ടേ അവരതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രതിഫലം ഉണ്ട്, അതിലൊന്നും കുറയാതെ തന്നെ. ആരാണോ ഇവർക്ക് വഴികാട്ടിയത്, ആരാണോ ഇതിന് തുടക്കം കുറിച്ചു കൊടുത്തത്, ആരാണോ ഇവരതിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത്, ആരാണോ ഇവരതിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നത്, അവർക്കും അതിന്റെ പ്രതിഫലം, ആ നന്മയുടെ പ്രതിഫലം, നമ്മൾ വഴി കാണിച്ച നന്മയുടെ പ്രതിഫലം, അവർ വിളിച്ച നന്മയുടെ പ്രതിഫലം, അവർ ക്ഷണിച്ച നന്മയുടെ പ്രതിഫലം, അവർ തുടക്കം കുറിച്ച നന്മയുടെ പ്രതിഫലം ഇയാൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് നമുക്ക് കുറച്ചറിയാം. പക്ഷെ അതിലേറെ പേടിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? വമൻ ദഅ ഇലാ ളലാല, വമൻ ദഅ ഇലാ ളലാലത്തിൻ, ഒരാളെ വഴികേടിലേക്ക് ക്ഷണിച്ചു. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിന്, ഏകദൈവ വിശ്വാസത്തിലേക്കും പടച്ച റബ്ബിലേക്കും ഈമാനിലേക്കും തഖ്വയിലേക്കും വിളിക്കേണ്ടതിന് പകരം നിരീശ്വരത്വത്തിലേക്കും നിർമ്മതത്വത്തിലേക്കും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതക്രമങ്ങളിലേക്കും വ്യവസ്ഥകളിലേക്കും അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള അടിസ്ഥാനങ്ങളിലും മൂല്യങ്ങളിലും കാഴ്ചപ്പാടുകൾ വിശ്വാസമില്ലാത്ത വിധം അധാർമികതയുടെ, സദാചാര തകർച്ചയുടെ, ഏറ്റവും പുതിയ വാക്കുകളിൽ പറഞ്ഞാൽ ലിബറലിസത്തിന്റെ കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക് മനുഷ്യനെ ക്ഷണിച്ച് കൊണ്ട് അതിന്റെ സപ്പോർട്ടും അതിന്റെ ആളും അതിന്റെ പ്രചാരകനും അതിന്റെ പ്രബോധകനും ഒക്കെ ആയിട്ട് ആളുകളെ, ചെറുപ്പക്കാരെയും കുട്ടികളെയൊക്കെ അതിലേക്ക് വലിച്ചു കൂട്ടി ആ ലലാലത്തിൽ അതിൽ വഴികെട്ട് വഴി അറിയാതെ മനുഷ്യര് നട്ടം തിരിഞ്ഞ് ഒന്നുമല്ലാതെ ജീവിച്ചിട്ട് മൃഗതുല്യരായി കാലികൾക്ക് തുല്യരായിട്ട് ജീവിച്ചിട്ട് കുറെ മനുഷ്യർ ഇങ്ങനെ വട്ടക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആരതിനൊക്കെ തുടക്കം കുറിച്ചറിയോ? തുടക്കം കുറിച്ചോ എന്നോ പോയി, രക്ഷപ്പെടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് വേണ്ടി പറയാ കാന അലൈഹി മിനൽ ഇസ്മി മിസ്ലു അസാമി മൻ തബിഅ. ഈ കുറ്റം ചെയ്യുന്ന മനുഷ്യരില്ലേ, ഈ അധർമ്മത്തിന് തുടക്കം കുറിച്ച, അധർമ്മത്തിന്റെ വിത്തുപാകിയ, അധർമ്മത്തിന്റെ ചെടി നട്ട, അശ്ലീലതയുടെ ആഭാസത്തിന്റെ എന്തൊക്കെ പറയണം അതൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തു വെച്ചിട്ട് പോയ ആളില്ലേ, ആ ചെയ്തതിന്റെ മാത്രമല്ല അവൻ ചെയ്തു വെച്ച തുടക്കം കുറിച്ച തിന്മകൾ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്ന ആരൊക്കെയുണ്ടോ അതിന്റെയൊക്കെ ഫലം ഇവർക്കൊന്നും കുറയാതെ തന്നെ അവനും കിട്ടും. ലാ യൻഖുസു ദാലിക മിൻ ആസാമിഹിം ഷൈഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാനതാ പറഞ്ഞത്. അപ്പൊ നമ്മളെ ചാരിയാല്, നമ്മളെ ഒരാൾ മാതൃകയാക്കി, നമ്മളെ ഒരാൾ ചാരി, നമ്മളോടൊരാൾ കൂട്ടുകൂടി, അയാൾക്ക് നമ്മളിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് എന്താ? അയാൾ നമ്മളെ അനുഭവിക്കുന്നത് എന്താ? നമ്മളെ ആത്മമിത്രമായി സ്വീകരിച്ച ഒരാൾ, അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്വാധീനം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കണം. എന്തിന്റെ വിത്താണ് ഭൂമിയിൽ നമ്മൾ നട്ടിട്ടുള്ളതെന്ന്? എന്തിന്റെ വിത്താണ്? നന്മയുടെ വിത്താണോ പാകിയത്? നന്മയിലേക്കാണോ ആളുകളെ ക്ഷണിച്ചത്? നന്മയാണോ ഭൂമിയിൽ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചത്? നന്മയ്ക്ക് വേണ്ടിയാണോ നിലകൊണ്ടത്? തീർച്ചയായിട്ടും അത് പിൻപറ്റിയ ആളുകളുണ്ടാകും, അത് പിൻപറ്റിയ മനുഷ്യരുണ്ടാകും. മറിച്ചാണെങ്കിൽ ഇതാണ് അവസ്ഥ. ഒരു ഹദീസേ കേൾക്കുമ്പോൾ പേടി തോന്നുന്ന ഹദീസാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ പേടി തോന്നും കേട്ടോ. പേടി തോന്നുന്ന ഹദീസ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി പറഞ്ഞിട്ടോ. എന്താ പറഞ്ഞറിയോ? ലോകത്ത് കൊലപാതകം നടന്നാൽ, കേട്ടിട്ടുണ്ട് പലപ്പോഴും, ലോകത്ത് കൊലപാതകം നടന്നാൽ, ഒരു കൊല നടന്നാൽ, ആ കൊലപാതകം എന്ന് പറയുന്നത് ഭയങ്കര കുറ്റമാണല്ലോ. ഒരു മനുഷ്യനെ അന്യായമായി വധിക്കുക എന്നത് വൻ പാപമാണല്ലേ. ഒരു മനുഷ്യനെ കാരണമായിട്ട് ഒരാൾ കൊന്നാൽ, ഒരു കൊലക്കുറ്റം, ഒരു കൊലപാതകം ലോകത്ത് നടന്നാൽ, ആ കൊലപാതക കുറ്റത്തിന്റെ ഒരു പങ്ക് ആദ്യത്തെ മനുഷ്യൻ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ 2 മക്കളിൽ ഒരാളായ ആ കൊലയാളിയിലേക്ക് പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എവിടെ കിടക്കണം? ആദ്യം കൊന്ന മനുഷ്യ ഭൂമിയിൽ കൊലപാതകം, മനുഷ്യരെ കൊല്ലുക എന്ന കൃത്യത്തിന് തുടക്കം കുറിച്ചാണ്. ആ കൊലയാളിയിലേക്കാണ് ഭൂമിയിൽ നടക്കുന്ന എല്ലാ കൊലക്കുറ്റത്തിന്റെയും ഒരു പങ്ക് പോകുന്നത്. എല്ലാ കൊലക്കുറ്റത്തിന്റെയും ഒരു പങ്ക് പോകുന്നത്. ആലോചിക്കേണ്ട കാര്യമല്ലേ? എന്താണതിന്റെ? വളരെ വളരെ അപകടകരമായ ഗുരുതരമായ അവസ്ഥ. ഭൂമിയിൽ നമ്മൾ എന്ത് പ്രവൃത്തി, എന്ത് തിന്മയാണത് അത് നമ്മുടെ കവറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിനെ കുറിച്ച് നമുക്കിപ്പോ ഈ ഒരു കുറച്ചാലം മുമ്പുണ്ടായി, ഇപ്പോഴും ഉണ്ട്, അതിന്റെ പല രൂപങ്ങളുണ്ട്. ഈ ഓൺലൈൻ തട്ടിപ്പിന്റെ പല രൂപങ്ങളുണ്ട്. ഓൺലൈൻ ബിസിനസിനെ കുറിച്ച്, എല്ലാ ബിസിനസിനെ കുറിച്ചും അല്ല പറയണത്, ഓൺലൈൻ തട്ടിപ്പിന്റെ ചില രൂപങ്ങളുണ്ട്. ഈ ഓൺലൈൻ തട്ടിപ്പിന്റെ രൂപങ്ങളിൽ പണ്ട് കുറച്ചു മുമ്പുണ്ട് ഈ മണി ചെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. മണി ചെയിൻ എന്നല്ലേ, നിങ്ങൾ 2 ആളെ ചേർക്കും, ആ 2 ആളെ ചേർക്കുന്ന ആ 2 ആള് പിന്നെ 4 ആളെ ചേർക്കാം, 4 ആൾ 8 ആളെ ചേർക്കും, 8 ആള് 10 ആളെ ചേർക്കും എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് നമ്മളതിൽ പൈസക്ക് മുടക്കിയ ആളുകളെ, അപ്പോ എന്നിട്ട് അതിലൂടെ കുറെ പരിപാടികളാണ്.
അപ്പൊ അവസാനം ഈ 2, 4, 8, 16 ഇതിങ്ങനെ പെരുകി പോയി അങ്ങ് എത്തുമ്പോഴേക്ക് ആയിരക്കണക്കിന് ആളുകളുണ്ടാവും. അവരുടെയൊക്കെ ബിസിനസിന്റെ ഒരു പങ്ക്, ഒരു ലാഭം നിങ്ങളിലെ അവരുടെയൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നും പറഞ്ഞിട്ടുള്ള ഒരു തട്ടിപ്പ് പരിപാടി മുമ്പുണ്ടായിരുന്നു. കുറെ ആളുകൾ അതിൽ ചേർന്ന് പൈസ പോയ ആളുകളൊക്കെ നമുക്കറിയാം. ഇതുപോലെയാ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഒരാളെ വഴിതെറ്റിച്ചു, ഒരാൾക്ക് കള്ളുകൂടി പഠിപ്പിച്ചു, നേരെ പറയാം, ഒരാളെ തോന്നിയാസം പഠിപ്പിച്ചു, മിനിമം ഒരാളെ പുകവലി പഠിപ്പിച്ചു, അല്ലെ? എനിക്ക് മൂക്കും കൂടി പുക ഇടാൻ പഠിപ്പിച്ചാണെന്ന് പറഞ്ഞിട്ട് തമാശ കേട്ടിട്ടില്ലേ? ഒരുത്തിനെ നിങ്ങൾ പുകവലി പഠിപ്പിച്ചു, ഒരുത്തിനൊരു അശ്ലീല പ്രവർത്തനത്തിന് നിങ്ങൾ വഴി കാട്ടി. നിങ്ങളാണ് കാണിച്ചു കൊടുത്തത്. ഒരുത്തനെ നിങ്ങൾ സത്യമാർഗത്തിൽ നിന്ന് വഴിതെറ്റിച്ചു, അല്ലേ? അങ്ങനെ ഒരുപാട് പേരെ വഴിതെറ്റിച്ചു. ഈ വഴിതെറ്റപ്പെട്ട ആളുകളും അനുഷ്ഠിക്കുന്നതിന്റെ മുഴുവൻ അവൻ പിന്നെ 2 ആളെ വഴിതെറ്റിച്ചു, അവൻ 4 ആളെ വഴിതെറ്റിച്ചു, 8 ആളെ ഈ മണി ചെയിൻ എന്ന് പറഞ്ഞ മാതിരി ഈ ചെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, ലോകാവസാനം വരെ ഇത് തുടരും. അപ്പൊ എന്താണ് ഇവിടെ തുടങ്ങി വെച്ചത്? എന്താണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്താ പറയുന്നത്? എന്താ എഴുതുന്നത്? എന്തിനാണ് നിലകൊള്ളുന്നത്? ജീവിതം നന്മയുടെ സംസ്ഥാപനമാണോ തിന്മയ്ക്ക് വേണ്ടിയാണോ? വാക്കും പ്രവൃത്തിയും നന്മയാണോ? ജീവിതത്തെ ആരെങ്കിലും അനുകരിക്കുകയും മാതൃകയാക്കുകയും ചെയ്താൽ അവന് കിട്ടുന്നത് നന്മയാണോ എന്ന് ആലോചിക്കണം. ഇല്ലെങ്കിൽ മഹാപകടം. ഒരു അനുഭവം ഉണ്ട്. അനുഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം. ആളെ പേര് ഞാൻ പറയില്ല. നമുക്കൊക്കെ ഒരുപക്ഷെ പറഞ്ഞാൽ അറിയും, നിങ്ങൾക്കൊക്കെ അറിയും. പ്രായം ചെന്ന ആളുകൾക്ക് എന്തായാലും അറിയും, അല്ലെ? ഈ കേരളത്തിൽ ഒരുപാട് നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചിട്ട് പടച്ചോല്ലാന്നും മരണാനന്തര ജീവിതമല്ലാന്നും മതം എന്നൊക്കെ പറഞ്ഞാൽ വെറും തട്ടിപ്പാണെന്നും വെട്ടിപ്പാണെന്നും അത് പുരോഹിതന്മാരെ പരിപാടിയാണെന്നും അതൊന്നുമല്ല ജീവിതം എന്ന് പറഞ്ഞാൽ വേറെ ചിലതാണെന്നൊക്കെ പറഞ്ഞിട്ട് നാടാകെ നടന്ന് പ്രസംഗിച്ചു പറഞ്ഞു സ്വന്തം കുടുംബത്തിലും നാട്ടിലും ഒക്കെ അത് വലിയ പ്രചാരണം കൊടുത്തിട്ട് അവസാനം കുറച്ചു കഴിഞ്ഞപ്പോ ഇയാൾക്ക് ബോധം വന്നപ്പോ അയാള് തിരിച്ചറിഞ്ഞു, ഞാൻ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു, ഞാൻ പറഞ്ഞതൊക്കെ അബദ്ധമായിരുന്നു. അയാൾ തൗബ ചെയ്ത് അയാൾ ഇസ്തിഗ്ഫാർ നടത്തി തിരിച്ചു വന്നു, ഈ മാർഗത്തിൽ വന്നു, അള്ളാഹുവിലേക്ക് വന്നു, സത്യത്തിന്റെ മാർഗത്തിലേക്ക് വന്നു, ദീനിന്റെ മാർഗത്തിലേക്ക് വന്നു, അതിന്റെ മുന്നണി പോരാളിയായി. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ മഹാനേതാവാണ്. എന്നിട്ട് പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് അടുത്തറിയുന്ന ആളുകൾ ചിലർ പറഞ്ഞു, ഇദ്ദേഹം വഴിതെറ്റിച്ച ഒരാൾ അയാളുടെ പെങ്ങളായിരുന്നു. ഞാൻ ഈ ഉദാഹരണം പറയുന്നത് നമ്മുടെ മനസ്സിലൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ടോ. ഇദ്ദേഹത്തിന്റെ ആ ദുർബോധനത്തിന്റെ കാലത്ത് ഇയാൾ വഴിതെറ്റിച്ചത്, ഇയാളുടെ ദുർബോധനം കേട്ട് വഴിതെറ്റിപ്പോയത് സ്വന്തം പെങ്ങൾ. പക്ഷെ ഇയാൾ ഹിദായത്തിലേക്ക് വന്നിട്ട് നേർമാർഗത്തിലേക്ക് വന്നപ്പോ ഇയാൾ പെങ്ങളെ സമീപിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. നടന്നില്ല. ഇപ്പൊ ഞാൻ അയാളെ കാര്യം എന്താണെന്നപ്പോ നിങ്ങൾ മുമ്പ് 2 ആഴ്ച മുമ്പ് ഒരാൾ ചോദിച്ചിട്ട് പിന്നെ എന്നോട് കുത്തുവ കഴിഞ്ഞിട്ടോ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ആ അയാൾക്ക് പിന്നെ പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞ ആള് പിന്നെ എന്തായി എന്നതുപോലെ ഇപ്പൊ ഇയാളെ കാര്യം എന്താണ് നിങ്ങൾ എന്നോട് ചോദിക്കണ്ട. ഞാൻ പറയാ, നമ്മൾ അവസരങ്ങളില്ലാത്ത വിധം കുടുങ്ങിപ്പോകുന്നു. ഒരു തിരുത്ത് സാധ്യമല്ലാത്ത വിധം, ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ലാത്ത വിധം അപകടാവസ്ഥയിലാകുന്ന സാധ്യത നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ എന്ത് തുടക്കം കുറിച്ചു? നമ്മളിവിടെ എന്ത് നന്മയാണോ തിന്മയാണോ? ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും. പ്രവർത്തനങ്ങൾ അല്ലാഹു തആല രേഖപ്പെടുത്തും, കർമ്മങ്ങൾ രേഖപ്പെടുത്തും എന്ന് മാത്രമല്ല അതിന്റെ അനന്തര ഫലങ്ങളും അതിനുശേഷം ഇവിടെ ഉണ്ടാകുന്ന അതിന്റെ അലയൊലികളും തരംഗങ്ങളും കൂടി നിങ്ങളുടെ കണക്കിലേക്കും ഹിസാബിലേക്കും വരാനുള്ളതാണ് എന്ന് നല്ല ബോധത്തോടുകൂടി കരുതലോടുകൂടി ജീവിക്കാം. അപ്പൊ കഴിയുന്നതും ഒരു നന്മ നടാൻ ശ്രമിക്കാം. ലൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ. അലി റളിയല്ലാഹു അൻഹുവിനെ അടുത്ത് വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ നിന്നോടൊരു കാര്യം ഞാൻ പറയാം. ലൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ, നീ മുഖേന ഒരു മനുഷ്യൻ നേർമാർഗത്തിലായ ഒരാൾക്ക് നീ നേരായ വഴി കാണിച്ചു കൊടുത്താൽ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും നിനക്ക് കിട്ടുന്നതിലേക്ക് അതാണ് ഖൈർ. ഒരു മനുഷ്യനെങ്കിലും നേർമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ, ഒരു നന്മയുടെ വിത്തിടാൻ, ഒരു നന്മയ്ക്ക് തുടക്കം കുറിക്കാൻ, ഒരു നന്മയുടെ ഭാഗമായിട്ട് നിൽക്കാൻ, എന്നിട്ട് അത് കണ്ടിട്ട് അതിന്റെ പുറകെ ഒറ്റൊരാൾ വരാൻ, സ്വന്തം മക്കളെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെങ്കിലും അടുത്തവരെങ്കിലും വരാൻ, അങ്ങനെ ജീവിച്ചാലും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും നന്മയുടെ ആ ചങ്ങല എങ്ങനെ നിലനിന്ന് പോകുന്നതാവണം ജീവിതം. ഇല്ലെങ്കിൽ മഹാപകടത്തിലാണ്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാമെന്നുകൂടി ഓർമ്മപ്പെടുത്തുക. ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ ഈ നമ്മൾ വരുമ്പോൾ പള്ളിയിൽ വരുമ്പോഴേ ആ കാര്യങ്ങളൊന്നും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. വരുമ്പോൾ തന്നെ മുന്നോട്ടിരിക്കണം. നമ്മുടെ ഇപ്പൊ തന്നെ പുറകൊക്കെ ആളുകൾ നിൽക്കല്ലേ. അപ്പൊ വരുന്നവർ ജുമാ തുടങ്ങുമ്പോൾ തന്നെ ഏതാണ്ട് പള്ളി നിറയണം. അപ്പൊ ഉള്ളവർ പരമാവധി ഉള്ളിലിരുന്ന് മറ്റുള്ളവർക്ക് കൂടെ സൗകര്യം ചെയ്ത് കൊടുക്കണം. ആദ്യം വരുന്നവർ മുന്നിലിരിക്കുക എന്നുള്ള സ്വത്ത് മര്യാദ. പിന്നെ അതുപോലെ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കൽ പള്ളിയിൽ കയറിയാലേ. അപ്പൊ ഇമാമ ഖുത്ബ നിർവഹിക്കുകയാണെങ്കിൽ പോലും 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം. പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കുക. പിന്നെ സംസാരിക്കാതിരിക്കുക, അത് വളരെ പ്രധാനം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണെന്നാണ്. ഉറക്കെ ഖുർആൻ ഓതാൻ പോലും പറ്റില്ല, കാരണം നമസ്കരിക്കുന്നവരുണ്ടാവുന്നതാണ്. അപ്പൊ നമസ്കാരം, ദിക്ർ, പ്രാർത്ഥന, ഇതൊക്കെയാണല്ലോ പള്ളിയിൽ. നമ്മുടെ ജീവിതത്തിൽ അപൂർവം കുറച്ച് സമയം പള്ളിയിൽ വന്നിരിക്കുന്നതല്ലേ, അത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവാത്ത വിധം ആയിരിക്കണം. അത്തരം കാര്യങ്ങളും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു വരുമാറാകട്ടെ. അള്ളാഹു നമ്മൾ ജീവിച്ച കാലം നന്മയുടെ മാർഗത്തിലാക്കുക. ആ നന്മ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഗുണങ്ങൾ, എന്തെങ്കിലും നന്മക്ക് ഭൂമിയിൽ വിത്തിട്ടിട്ടുള്ള ആ നന്മ പിന്നെ തുടരുന്ന കുറെ ആളുകളെങ്കിലും ഉണ്ടായിട്ട് അതിന്റെയൊക്കെ ഒരു ഫലം നമ്മുടെ ഖബറിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ഹിസാബിലേക്കൊക്കെ വരുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളായി വഴിതെറ്റിപ്പോയ ആളുകൾ, നമ്മളായി നാശം കുത്തിലേക്ക് നയിച്ചവർ, നമ്മളുടെ കാരണം കൊണ്ട് തിന്മകളിലേക്ക് എത്തിപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ തുടക്കം കുറിച്ച തിന്മ, അത് എന്നിട്ട് അതിന്റെ അനന്തരഫലം നമ്മൾ പിന്നെ അനുഭവിക്കുക. കലാകാലം നമുക്കത് കിട്ടുക. ആ പാപഭാരം മുഴുവൻ നമ്മളത് പേറുക. പടച്ചവനെ, അത്തരം ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ ഓർത്തേറണേ തമ്പുരാനെ. ദീർഘായുസ് നൽകണേ നാഥ. ആരോഗ്യം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്റെ ജന്നാത്തുൽ ഫിർദൗസ്, അത്യുന്നതമായ സ്വർഗത്തിൽ പറുദീസയിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين.